ഹായ്, ഇവിടെ കുറച്ച് ദിവസമായിട്ട് തണുപ്പ് തുടങ്ങി വരികയാണ്. അപ്പം മഴയും ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഒരു മഴയുള്ള ദിവസമാണ്. പിന്നെ നമ്മുടെ ചെടികൾ, മരങ്ങളൊക്കെ ഇങ്ങനെ കളറ് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്ന സമയമാണ്, ലീവ്സ്. അപ്പം റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പച്ച, മഞ്ഞ, ചുവപ്പ് ഇങ്ങനെയുള്ള പല കളേഴ്സുള്ള ചെടികളായിരിക്കും വഴിയിലൊക്കെ ഉണ്ടാവുക. അപ്പം അതിൻ്റെ കൂടെ മഴയും കൂടി ആകുമ്പം നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ നമുക്കൊരു ചെറിയ ഡ്രൈവാണ്, പോയി നോക്കാം. കാണാം. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഹലോ, ഹായ്. ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യണത് ഒരു മെയിൻ റോഡ് വഴിയല്ല. ഇതൊക്കെ കുറേ വീടുകളും കുറച്ച് പാർക്സ്, അതുപോലെ കുറച്ച് സ്കൂളുകളൊക്കെ ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക് കൂടുതലായിട്ടില്ല. പിന്നെ നല്ലൊരു ക്വയറ്റ് നൈബർഹുഡാണ്. ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും നമ്മളെ ഓർമ്മ വരുന്നത് നമ്മളെ സഞ്ചാരത്തിലെ സന്തോഷ് ജോർജ് കൊളങ്ങര സാറിനെയാണ്. പുള്ളി പറയുന്ന ആ ഒരു പ്രോപ്പർ സിസ്റ്റം, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്കിവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഇവിടെ നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡും നോക്കിയാൽ വീടുകളൊക്കെ സൂപ്പർ നീറ്റായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ പുതിയ വീടുകളാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിൽ പല വീടുകൾക്കും ഒരു 15-20 വർഷം പഴക്കമുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇത് ഇത്രയും ക്ലീൻ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ്, അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിസ്റ്റം, അതാണ് ഇതിൻ്റെ പിന്നിലെ ആ കറുത്ത കൈകൾ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഏരിയയ്ക്കും ഹോം ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാകും. അപ്പം ഈ ഗാർഡൻ ക്ലീൻ ആണോ, അല്ലെങ്കിൽ പുല്ലുകളൊക്കെ ഓവർഗ്രോൺ ആയിട്ടുണ്ടോ, ട്രാഷ് ക്യാൻസ് ശരിയായ ദിവസങ്ങൾ പുറത്ത് വെക്കുന്നുണ്ടോ, ഇതൊക്കെ എടുത്തു വെക്കുന്നുണ്ടോ എന്നൊക്കെ ഇത് ശ്രദ്ധിക്കും. ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഈ പുല്ലൊക്കെ റെഗുലറായിട്ട് കട്ട് ചെയ്യും. അപ്പം നമ്മളൊക്കെ താമസിക്കുന്ന വീട്ടിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് ഇത് പുല്ല് വെട്ടാൻ ആൾക്കാർ വരുന്നത്. ഒന്നുകിൽ അത് നമുക്ക് ഓണേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ടുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പം മന്ത്ലി നമുക്ക് അവർക്ക് പേ ചെയ്താൽ മതി, അങ്ങനെ. അതുപോലെ തന്നെ ട്രാഷ് ക്യാൻസ് ആണെങ്കിലും നമ്മൾ വരുന്ന ട്രാഷ് കളക്ട് ചെയ്യാൻ വരുന്നതിൻ്റെ തലേ ദിവസം രാത്രി പുറത്ത് വെച്ചിട്ട് അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം തന്നെ ഉള്ളിലേക്ക് വെക്കണം. അങ്ങനെയൊക്കെയാണ് ആ ഒരു സിസ്റ്റം ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്തിട്ട് പോണത്. പിന്നെ പറയുന്നത് ഈ ഫോൾ സീസൺ ആകുമ്പം നമ്മൾ ഈ കണ്ടില്ലേ റോഡിലെ 2 സൈഡിലും ഉള്ള ഇലകൾ, അപ്പം ഈ വീഴുന്ന ഇലകളൊക്കെ ക്ലീൻ ചെയ്യുന്നത് അത് കൗണ്ടീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനൊക്കെ വേണ്ടി നമുക്ക് സ്ട്രീറ്റ് സ്വീപ്പിംഗ് വെഹിക്കിൾസ് വരും. അപ്പോൾ അവരത് ലീവ്സ് കളക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഡ്രെയിൻസ് ക്ലോഗ് ആകാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊന്നും ഇവിടെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണാറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം ഇത്രയും നല്ല വൃത്തിക്ക് പോകുന്നത് എന്ന് ഒക്കെയാണ് നമ്മുടെ ഒരു മനസ്സിലാക്കൽ. അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു 3 പബ്ലിക് സ്കൂളുകളൊക്കെ വരുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഒക്കെ നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും 25 മൈൽസ് പെർ അവർ ആണ് സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ സോണിൽ പീക്ക് ടൈമിലൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ കുറേ സ്റ്റോപ്പ് സൈൻസ് കാണാൻ പറ്റും. അത് കുറച്ചുകൂടി ട്രാഫിക് കുറയ്ക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കുട്ടികൾ ട്രാവൽ ചെയ്യുന്നത് ഒന്നുകിൽ അവർ നടന്നു വരും, അല്ലെങ്കിൽ സ്കൂൾ ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ നാട്ടിലെ സൈക്കിളിനാണ് ഇവിടെ ബൈക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ചിലവർ പാരൻസ് ഡ്രോപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ട്രാവൽ ചെയ്യുക. അപ്പം സ്കൂൾ ടൈം ആയാൽ എസ്പെഷ്യലി മോർണിംഗ് ഡ്രോപ്പ് ഓഫ്, ആഫ്റ്റർനൂൺ പിക്കപ്പ്, ഇനി ഈ സമയങ്ങളിലൊക്കെ റോഡ്സ് ഭയങ്കര ബിസി ആയിരിക്കും. കാരണം കുട്ടികൾ നടക്കുന്നത് അവരുടെ ബൈക്ക്, പാരൻസിൻ്റെ കാർസ്, സ്കൂൾ ബസ് ഇതെല്ലാം ഉണ്ടാവും. അപ്പം റോഡുകളിലും സൈഡ് ബോക്സിലും ക്രോസ് ബോക്സിലൊക്കെ മൂവ്മെന്റ്സ് വളരെ കൂടുതലായിരിക്കും.
പിന്നെ സ്കൂൾ ബസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്കൂൾ ബസ് സ്റ്റോപ്പ് ചെയ്താൽ ബസ്സിൻ്റെ റെഡ് ഫ്ലാഷ് ലൈറ്റ്സും ഓൺ ആകും. അതുപോലെ തന്നെ ബസ്സിൻ്റെ സ്റ്റോപ്പ് സൈന് പുറത്തേക്ക് വരും. അപ്പം ഇങ്ങനെ കാണുമ്പോൾ രണ്ട് സൈഡിലും നിന്ന് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. അത് എത്ര ബിസി റോഡാണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. കാരണം കിഡ്സിന് സേഫായിട്ട് കയറാനും ഇറങ്ങാനും ഉള്ള ആ ഒരു എക്സ്ട്രാ അലേർട്ടാണിത്. അപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്കൂൾ ഏരിയയിൽ ഡ്രൈവ് ചെയ്യുമ്പം എപ്പോഴും എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. അപ്പം ഞാനൊക്കെ അധികം ഈ കാല് ബ്രേക്കിൽ തന്നെ വെക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ ഓടിച്ചു വരുന്നത്. ഈ ഹോൺ അടിച്ച് ഹറി കാണിക്കുന്നതൊന്നും ഇവിടെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ എനിക്ക് ആകെപ്പാടെ ഒരു വീർപ്പൂട്ടലാണ്. ഈ ഹോൺ അടിക്കാനോ ഒന്ന് ഓവർടേക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് നമ്മളെ ശീലം അതായി പോയല്ലോ. പക്ഷെ ഇപ്പം അത് യൂസ് ടു ആയി. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റും. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറിൽ ആളുകൾ റൂൾസ് ഫോളോ ചെയ്യുന്നത് ഫൈനിന്റെ പേടി കൊണ്ട് മാത്രമല്ല, അത് ആൾക്കാരുടെ ഒരു ഹാബിറ്റാണ്. അപ്പം ഇതിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്സ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണെങ്കിലും കാർസ് ഓട്ടോമാറ്റിക്കലി നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്ന സൈഡിൽ കാണുന്നത് 2 പബ്ലിക് സ്കൂൾസ് ആണ്. ഇങ്ങനെയൊക്കെ ഇരിക്കും ഇവിടുത്തെ സ്കൂൾസ്. അപ്പം നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂൾ ഏരിയ, റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട റൂൾസിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് റെസിഡൻഷ്യൽ റോഡ്സിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ലോ ആയാലും ഓക്കെയാണ്, പക്ഷേ സ്പീഡ് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ സ്കൂൾ ഏരിയയിൽ വണ്ടി ഓടിക്കുമ്പം പേഷ്യൻസ് കാണിക്കുന്നത് ഒരു ഫേവർ അല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.